ഒരിക്കലും സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയും മൃഗീയമായിട്ട് നമ്മുടെ ചെറുപ്പക്കാരെ വിദ്യാർത്ഥികളെ അടിച്ചൊതുക്കിയിട്ടില്ല. അതിന് ഉത്തരവാദിയായിട്ടുള്ള മന്ത്രി എന്ന നിലയ്ക്ക് അമിത്ഷാ കൂടി രാജിവെക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഡൽഹിയിലെ മിക്കവാറും സർക്കാർ ആശുപത്രികൾ അമിത്ഷായുടെ നിയന്ത്രണത്തിലാണ്. 20-ാം തീയതി പോലീസിൻ്റെ ക്രൂരമായ മർദ്ദനത്തിന് പീഡനത്തിന് ഇരയായി ഇവിടെ ലോഹിയ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുന്ന ആ പെൺകുട്ടിയെ, സാക്ഷി എന്നുള്ള പെൺകുട്ടിയെ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. ആ കുട്ടിയെ കാണാൻ പോലീസ് അനുവദിക്കുന്നില്ല. പക്ഷേ ആ കുട്ടിയെ പരിപാലിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുമായി സംസാരിച്ചപ്പോൾ ആ കുട്ടിയുടെ നില അപകട സാഹചര്യം തരണം ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ആരെയും അങ്ങോട്ട് പ്രവേശിപ്പിക്കുന്നില്ല. മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങളെ പോലും ആ ഭാഗത്ത് നിൽക്കാൻ അനുവദിക്കുന്നില്ല. പൂർണ്ണമായും ആ ഒരു പ്രദേശം ഡൽഹി പോലീസ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഡൽഹി പോലീസ് മാത്രമല്ല, കേന്ദ്രസേനാ അംഗങ്ങളെ കൂടി വിന്യസിപ്പിക്കുകയാണ്. ഇപ്പോഴുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡൽഹിയിലെ മിക്കവാറും സർക്കാർ ആശുപത്രികൾ അമിത്ഷായുടെ നിയന്ത്രണത്തിലാണ്. ആരോഗ്യ പ്രവർത്തകർക്കോ ആരോഗ്യ വകുപ്പിനോ ആശുപത്രിയുടെ ഡയറക്ടർക്കോ മെഡിക്കൽ സൂപ്രണ്ടിനോ പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. കുടുംബത്തെ പോലും കാണാൻ സമ്മതിക്കുന്നില്ല. എന്ന കാരണം വെച്ചാൽ കുടുംബം ഒരിക്കലും മാധ്യമപ്രവർത്തകരോടോ പൊതുപ്രവർത്തകരോടോ സംസാരിക്കരുത് എന്നുള്ള ഉത്തമ ബോധ്യത്തോടെയാണ് ഈ നിയന്ത്രണമൊക്കെ ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ തവണ സഫ്ദർജംഗ് ആശുപത്രിയിൽ സോനം വാങ്ചുക്കിനെ കാണാൻ പോയപ്പോഴും ഇതന്നെയാണ് സ്ഥിതി. അവിടുത്തെ ഹോസ്പിറ്റൽ ഡയറക്ടർ ഞങ്ങൾക്ക് അരുൺ ഓൾസോ വാസ് ദേർ. ദേ ഗേവ് us പെർമിഷൻ. അവർ ജനറൽ സെക്രട്ടറി ഓൾസോ വാസ് ദേർ. കാണാൻ അനുവാദം തന്ന് ഒരാളെ ഞങ്ങളുടെ കൂടെ അങ്ങോട്ട് വിട്ടിട്ട് പോലും ഇടയ്ക്ക് വെച്ച് ഡൽഹി പോലീസ് തടഞ്ഞു. ഡൽഹി പോലീസാണ് ഇപ്പോൾ നമ്മുടെ ആശുപത്രികൾ മുഴുവൻ ഭരിക്കുന്നത്. ഞങ്ങളുടെ ഉദ്ദേശം ആ പെൺകുട്ടിയെ കാണുക, അതുപോലെ തന്നെ പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങളെ കണ്ട് ഞങ്ങൾക്ക് കഴിയാവുന്ന സഹായവും ഐക്യദാർഢ്യവും നൽകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷേ അതിനുള്ള സാവകാശം പോലും ഇവിടുത്തെ സർക്കാർ ആഭ്യന്തര വകുപ്പ് നൽകുന്നില്ല എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഡൽഹി പോലീസാണ്. ഇപ്പം കേന്ദ്രസേനയുടെ ആൾക്കാരുണ്ട് അവിടെ. അവരെയാണ് അവിടെ സെക്യൂരിറ്റിക്ക് വെച്ചിരിക്കുന്നത്. ആ ഫ്ലോറിലേക്ക് തന്നെ പ്രവേശിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ ഞങ്ങൾ ആ ഫ്ലോർ കഴിഞ്ഞ് ആ കുട്ടി കിടക്കുന്ന സ്ഥലത്ത് തന്നെ എത്തി. പക്ഷേ അവിടെ വീണ്ടും ഒരു പറ്റം സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരെ വിന്യസിച്ചിരിക്കുകയാണ്. മാത്രമല്ല ഡൽഹി പോലീസിൻ്റെ അനുമതിയില്ലാതെ ഒരൊറ്റ ആളെയും അങ്ങോട്ട് പ്രവേശിപ്പിക്കരുതെന്നുള്ള ഒരു നിർദ്ദേശമാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പിൽ നിന്നുള്ളത്. പിന്നെ അവിടെ നമ്മുടെ മലയാളികളൊക്കെ ആയിട്ടുള്ള ആരോഗ്യ പ്രവർത്തകരും മറ്റവരൊക്കെ ആയിട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ നമുക്കവരുടെ ആരോഗ്യനിലയെക്കുറിച്ച് ചില സൂചനകളും വിവരങ്ങളും കിട്ടി. അതുപ്രകാരം അപകടനില തരണം ചെയ്തു എന്നുള്ളതാണ്. ഇതിന് മുമ്പും വന്ന ആൾക്കാരെയും അവിടുന്ന് പിന്തിരിപ്പിക്കുകയാണ് ചെയ്തത്. മുമ്പ് കേജ്രിവാൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ അവരെ കാണാൻ ശ്രമിച്ചിട്ടും അവരെ കാണാൻ അവർ അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വിവരം. തീർച്ചയായിട്ടും. എന്താ കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഫോക്കസ് എന്താണ്? ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിക്ക് ശേഷം ഇപ്പോഴത്തെ ഫോക്കസ് ഇപ്പോൾ അമിത്ഷാ ഇന്നലെ നടത്തിയിട്ടുള്ളൊരു പ്രസ്താവനയുണ്ട്. ഈ പ്രക്ഷോഭം നടത്തിയ ചെറുപ്പക്കാരെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, അവരെ ആദരിക്കുന്നു എന്നാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. 36 ദിവസം എവിടെയായിരുന്നു ഈ ആദരവെന്ന് ആരും അറിയില്ല. 20-ാം തീയതി ഇവരെ തലങ്ങും വിലങ്ങും ഈ തലസ്ഥാന നഗരിയുടെ രാജവീഥികളിൽ അടിച്ചു വീഴ്ത്തുമ്പോൾ, അവരെ തലയോട്ടി അടിച്ചു പിളർത്തുമ്പോൾ ഈ ആദരവ് എവിടെയാണെന്നും ആർക്കും അറിയില്ല. പൊടുന്നിനെ അദ്ദേഹത്തിന് ആദരവുണ്ടായിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നതിൽ എന്തെങ്കിലും തരത്തിൽ ഒരു കണികയുടെ ആത്മാർത്ഥത ഉണ്ട് എങ്കിൽ ഈ ചെറുപ്പക്കാരുടെ ഈ രോഷപ്രകടനത്തിന് അദ്ദേഹവും യഥാർത്ഥത്തിൽ വിധേയനാകണം. അദ്ദേഹം കൂടി രാജിവെച്ചാൽ മാത്രമേ ആ ചിത്രം പൂർത്തിയാകുള്ളൂ. ഇനി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും പാർലമെൻറ്റിൻ്റെ ഉള്ളിൽ ഒരിക്കലും സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയും മൃഗീയമായിട്ട് നമ്മുടെ ചെറുപ്പക്കാരെ വിദ്യാർത്ഥികളെ അടിച്ചൊതുക്കിയിട്ടില്ല. അതിന് ഉത്തരവാദിയായിട്ടുള്ള മന്ത്രി എന്ന നിലയ്ക്ക് അമിത്ഷാ കൂടി രാജിവെക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ചോദ്യപേപ്പർ ചർച്ച ശിക്ഷ ഘടിപ്പിക്കുന്ന അമെൻമെൻറ്റ് ബില്ല് നാളെ സഭയിൽ വരാൻ പോവുകയാണ്. അതിലെന്തായിരിക്കും ദിവസം സ്വീകരിക്കുന്ന നിലപാട് ബില്ലിൻ്റെ പിന്നിൽ? ഇപ്പോൾ ഈ പരീക്ഷ സമ്പ്രദായം സംബന്ധിച്ചുള്ള കുംഭകോണങ്ങൾ തടയാൻ വേണ്ടിയിട്ടുള്ള ഏത് നീക്കത്തോടും ഞങ്ങൾ സഹകരിക്കും.
പക്ഷേ 2 വർഷം മുമ്പ് 2024 പബ്ലിക് എക്സാമിനേഷൻ പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് എന്ന് പറഞ്ഞ് ഒരു ബില്ല് കൊണ്ടുവന്നു 2 വർഷം മുമ്പ്. അന്ന് ഈ ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ജിതേന്ദ്ര സിംഗ് പറഞ്ഞത് ഈ ബില്ല് നിങ്ങളും കൂടി പിന്തുണയ്ക്കുക, ഈ ബില്ല് പാസ്സാകുന്നതോടുകൂടി ഈ പൊതുപരീക്ഷകളുമായി ബന്ധപ്പെട്ട എല്ലാ കൃത്രിമങ്ങളും ക്രമക്കേടുകളും ഇല്ലാതാകും, ഉന്മൂലനം ചെയ്യപ്പെട്ടു എന്നാണ് 2 വർഷം മുമ്പ്. ഇപ്പോൾ അവർ പുതിയ ബില്ലൊന്നുമല്ല കൊണ്ടുവരുന്നത്. ഈ 2024 കൊണ്ടുവന്ന ബില്ലിലെ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യുക മാത്രമാണ്. നമ്മുടെ രാജ്യത്ത് നിയമമില്ലാത്തത് കൊണ്ടല്ല, നിയമം നടപ്പിലാക്കുന്ന ഏജൻസികളുടെ അതോറിറ്റികളുടെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികളുടെ ഇച്ഛാശക്തിയില്ലായ്മയും അവർ തൽപര കക്ഷികളോടും സ്ഥാപിത കക്ഷികളോടും സ്ഥാപിത താല്പര്യക്കാരോടും സന്ധി ചെയ്യുന്നതുകൊണ്ടാണ്. ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പോൾ ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മേൽത്തട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ആൾ ഹർഷ്പാൽ ഗംഗ്വാർ, 1994 ബാച്ച് IAS ഓഫീസർ, 1,16,00,000 രൂപ സ്വന്തം അമ്മയുടെയും ഭാര്യയുടെയും മകൻ്റെയും പേരിൽ സബ്സിഡിയായിട്ട് കേന്ദ്ര സർക്കാരിൽ നിന്ന് അടിച്ചു മാറിയ ഒരു ഉദ്യോഗസ്ഥനെയാണ് ഈ സുതാര്യതയും സത്യസന്ധതയും വളരെയധികം അനിവാര്യമായ പൊതുപരീക്ഷകൾ നടത്തേണ്ട ഒരു നിർണായക വകുപ്പിൻ്റെ തലവനായിട്ട് കൊണ്ട് അവരോധിച്ചിരിക്കുന്നു. അപ്പോൾ അവരുടെ സിൻസിയറിറ്റി, അവരുടെ ഉത്തരവാദിത്വം എത്രയാണെന്നുള്ളത് അവർ ഓൾറെഡി തന്നെ പരസ്യമാക്കിയിട്ടുണ്ട്. ഇതല്ലേ യഥാർത്ഥത്തിൽ അവർ വിളിച്ചു, ഇതൊക്കെ പാർലമെൻറ്റിൽ ഈ ചർച്ചയിൽ വരുന്നതാണ്.